ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗായ ഐ ലീഗിന് ഈ മാസം 22 തുടക്കമോ 12 ടീമുകളാണ് ഈ വർഷത്തെ ഐ ലീഗിൽ പങ്കെടുക്കുന്നത്. 2 ടീമുകൾ റെലഗേറ്റ് ചെയ്തു പോകും. 2 ടീമുകൾ പ്രൊമോട്ടായി വരുന്നുണ്ട് ഐ ലീഗിലേക്ക് പ്രാവശ്യം. മത്സരം സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ ലൈവ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ന്യൂസ് ഒഫീഷ്യലായി വരുന്നത്. ഓൺലൈൻ സ്ട്രീമിങ്ങും ഉണ്ട്. ഈ വർഷം ഐ ലീഗ് ചാമ്പ്യന്മാരായവർ അടുത്ത വർഷത്തെ ISLലേക്ക് പ്രൊമോഷൻ ആവുകയാണ്. ഈ വർഷം മുഹമ്മദ് SFC കളിക്കുന്ന പോലെ അടുത്ത വർഷം ചാമ്പ്യന്മാർക്ക് ISL കളിക്കാനായി സാധിക്കും. ഈ വർഷം ഐ ലീഗ് ചാമ്പ്യന്മാരാവാൻ സാധ്യതയുള്ള ടീമുകളെ നമുക്ക് നോക്കി വരാം. ആദ്യം തന്നെ ശ്രീനിധി ഡക്കാനാണ് ഈ വർഷം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീമായിട്ട് ഐ ലീഗിൽ ഈ വർഷം കളിക്കുന്നത്. അവർ ഈ വർഷം ഐ ലീഗ് കപ്പടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് ഒരു ടീം എന്നാണ് ഇന്റർ കാശി ഇപ്രാവശ്യം വെൽ സെറ്റിൽഡ് ആയ ഒരു സ്കോറർ എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം മോഹൻ ബഗാനെ ഷീൽഡ് അടുപ്പിച്ച അന്റോണിയോ ലോപ്പസ് കബാസാണ് ഇപ്രാവശ്യത്തെ ഇന്റർ കാശിയുടെ പരിശീലനമായിട്ട് വരുന്നത്. ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പരിശീലകനാണ് അന്റോണിയോ ലോപ്പസ് കബാസ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോണി കൗക്കോയും മോഹൻ ബഗാൻ കളിച്ചിട്ടുള്ള ജോണി കൗക്കോയും വരുന്നുണ്ട് ഐ ലീഗ് കളിക്കാൻ ഇപ്രാവശ്യം ഇന്റർ കാശിയോടൊപ്പം. പിന്നീട് ഒരു ടീമുള്ള കേരള ടീമായ ഗോകുലം കേരളയാണ്. ഗോകുലം കേരള ഇപ്രാവശ്യം വളരെ സ്ട്രോങ്ങസ്റ്റ് ടീമായിട്ടാണ് ഐ ലീഗിൽ മത്സരിക്കാനായി വരുന്നത്. ഇപ്രാവശ്യത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ 5-0 മത്സരത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ഐ ലീഗിൽ അവർ മത്സരിക്കാനായിട്ട് വരുന്നത്. പിന്നീട് ഒരുപാട് ടീമുകൾ, ചെറിയ ടീമുകൾ പ്രാവശ്യം അത്ഭുതം കാണിക്കാൻ സാധ്യതയുള്ള ടീമാണ്. ഏതായാലും മാച്ച് റിസൾട്ടുമായി കാണാം.